ഹലോ നമസ്കാരം, രഞ്ജിത്ത്. നമുക്കറിയാം, വിദേശ രാജ്യങ്ങളൊക്കെ, പ്രത്യേകിച്ചും അമേരിക്ക, UK പോലുള്ള രാജ്യങ്ങളൊക്കെ ഇന്ത്യയേക്കാൾ വളരെ മുമ്പ് സഞ്ചരിക്കുന്ന രാജ്യങ്ങളാണ്. അവിടെ ഏകദേശം ഒരു 5 കൊല്ലം മുമ്പുണ്ടായ ട്രെൻഡുകളൊക്കെയാണ് ഇപ്പോൾ നമ്മളുടെ ഇന്ത്യയിലേക്കൊക്കെ കടന്നു വരുന്നത്. അങ്ങനെ നോക്കുകയാണെങ്കിൽ UK-യിലും US-ലും ഒക്കെ ട്രെൻഡിങ് ആയിട്ടുള്ള ബിസിനസ്സുകൾ നമ്മളുടെ അടുത്തും പിന്നീട് ട്രെൻഡിങ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത്തരത്തിലുള്ള വിദേശ രാജ്യങ്ങളിൽ ട്രെൻഡിങ് ആയിട്ടുള്ള എന്നാൽ നമ്മുടെ നാട്ടിൽ അത്ര ട്രെൻഡിങ് അല്ലാത്ത 3 ബിസിനസ് ഐഡിയകളെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കുന്നത്. ഏറ്റവും ആദ്യത്തെ ബിസിനസ് ഒരു സർവീസ് ബിസിനസ്സാണ്. നമ്മൾ സാധാരണ ടാക്സി റെന്റിന് എടുക്കാറുണ്ട്, മറ്റ് പല സാധനങ്ങൾ എക്യുപ്മെന്റ്സ് ഒക്കെ റെന്റിന് എടുക്കാറുണ്ട്. പക്ഷേ റെന്റ് എ ഫ്രണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് നമ്മുടെ നാട്ടിൽ കുറച്ച് കുറവാണ്. അതിന് കാരണം നമുക്ക് ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു, ബന്ധുക്കളുണ്ടായിരുന്നു, സുഹൃത്തുക്കളുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ തന്നെയാണ്. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ അകന്നു പോകുന്നതോടുകൂടി, മൈഗ്രേറ്റ് ചെയ്യുന്നതോടുകൂടിയൊക്കെ ഓട്ടോമാറ്റിക്കലി ഇവിടെയും ആളുകളുടെ ക്ഷാമം അനുഭവപ്പെട്ടു തുടങ്ങിയിരിക്കുന്നു. പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആളുകൾക്ക് കൂട്ടിന് ആരുമില്ലാത്ത അവസ്ഥയൊക്കെ നിലവിലുണ്ട്. പലപ്പോഴും ഏതെങ്കിലും ഒരു ഹോബി ചെയ്യുന്നതിന് വേണ്ടി, ഒരു കൂട്ടിന് വേണ്ടി ആളെ തിരഞ്ഞെടുക്കുക, അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകൾ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവർക്ക് ഒരു കൂട്ടിന് വേണ്ടി ആളെ എടുക്കുക. പലപ്പോഴും ഒറ്റയ്ക്ക് കിടന്നുറങ്ങാൻ പേടിക്കുന്ന ചില വീടുകളിൽ, ഇപ്പോൾ പ്രത്യേകിച്ചും പ്രായമായിട്ടുള്ള ആളുകൾ ഒരു കൂട്ടിന് വേണ്ടി, ഒന്ന് കിടന്നുറങ്ങുന്നതിന് വേണ്ടി, കൂട്ടിന് വേണ്ടി, രാത്രിക്ക് വേണ്ടി മാത്രമായിട്ട് ആളുകളെ തിരഞ്ഞെടുക്കുക. ഇത്തരത്തിൽ ആളുകളെ വാടകയ്ക്ക് കൊടുക്കുന്ന ഒരു വലിയ ബിസിനസ്സിൻ്റെ ഓപ്പർച്യൂണിറ്റി വിദേശ രാജ്യങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ നടപ്പിലാവുന്നുണ്ട്. ഇന്ത്യയിലും അത് പതിയെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. റെന്റ് എ ഫ്രണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റ് വലിയൊരു കോൺസെപ്റ്റ് തന്നെയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തുടങ്ങി വെച്ചാൽ വലിയ ലാഭമുണ്ടാക്കാൻ സാധിക്കുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഇനിയുള്ള കാലത്ത് റെന്റ് എ ഫ്രണ്ട്. ആർക്കും യാതൊരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ സ്വന്തമായി തന്നെ വേണമെങ്കിൽ തുടങ്ങാവുന്ന ഒരു ഐഡിയ കൂടിയാണിത്. അടുത്തത് പോർട്ടബിൾ ആയിട്ടുള്ള സെൻസറി റൂംസ് ആണ്. പലപ്പോഴും ചില പെർട്ടിക്കുലർ അവസ്ഥയിലുള്ള ആളുകൾക്ക്, ഓട്ടിസം ബാധിച്ച കുട്ടികൾ, അല്ലെങ്കിൽ അറ്റൻഷൻ ഡിസോർഡറുള്ള കുട്ടികൾ, വേറെ ഏതെങ്കിലും തരത്തിലുള്ള ചെറിയ രോഗങ്ങൾക്ക് അടിമപ്പെട്ട ആളുകൾ, ഇത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ ഒരു പ്രത്യേക ഫീലിംഗ് കൊടുക്കുന്നതിനും അവർക്കൊരു കംഫർട്ടബിലിറ്റി കൊടുക്കുന്നതിനും അവരുടെ സെൻസറി ഓർഗൻസിനെ കുറച്ചുകൂടി സ്ട്രോങ് ആയി വർക്ക് ചെയ്യിപ്പിക്കുന്നതിനുമൊക്കെ ആയിട്ട് സജ്ജീകരണങ്ങളുള്ള റൂമുകൾ ആവശ്യമാണ്. പലപ്പോഴും അത് വീട്ടിൽ തന്നെ ഒരുക്കുക എന്ന് പറയുന്നത് വളരെ എക്സ്പെൻസീവായ ഒരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ പോർട്ടബിൾ ആയിട്ടുള്ള ഇത്തരം റൂമുകൾ, മൊബൈലായിട്ടുള്ള ഇത്തരം റൂമുകൾ വലിയ സാധ്യത തന്നെയാണ്. എല്ലാ വീക്കിലും അവരുടെ വീട്ടിൽ എത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ വീടിന് മുന്നിൽ എത്തുന്ന തരത്തിൽ പോർട്ടബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ മൂവ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഇത്തരം റൂമുകൾ ഉണ്ടാക്കുകയും അവർക്ക് അതിനകത്ത് കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കൊടുക്കുകയും തന്മൂലം അവരുടെ ആ ഒരു എനർജി ലെവൽസിനെ അടുത്ത ലെവലിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റുകയും ചെയ്യുന്ന തരത്തിലുള്ള സെൻസറി റൂമുകൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ഇത് UK-യിലും US-ലും ഒക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ബിസിനസ്സാണ്. ഇന്ത്യയിലും സെൻസറി റൂമുകളുടെ, പ്രത്യേകിച്ചും പോർട്ടബിൾ ആയിട്ടുള്ള സെൻസറി റൂമുകളുടെ ബിസിനസ്സിൻ്റെ സാധ്യത ഏറി വരുന്നതായിട്ട് കാണാം. അടുത്ത ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ബയോ ഹാക്കിംഗ് ആണ്. ഒരുപക്ഷെ US-ലൊക്കെ വളരെ പ്രചാരത്തിലായി കഴിഞ്ഞ ഒരു കോൺസെപ്റ്റാണ് ബയോ ഹാക്കിംഗ്. നമ്മളുടെ തന്നെ ബോഡിയെ ഹാക്ക് ചെയ്യുകയും അതിനെ കുറേയും കൂടിയൊക്കെ എനർജൈസ് ചെയ്യുകയും കുറേയും കൂടിയും ലോഞ്ചിറ്റിവിറ്റി ഉറപ്പുവരുത്തുകയും ഒക്കെ ചെയ്യുന്ന പരിപാടിയാണ് ഈ ബയോ ഹാക്കിംഗ്. അപ്പോൾ അതിനുവേണ്ടി പലതരത്തിലുള്ള ഗാഡ്ജറ്റ്സും എക്യുപ്മെൻറ്റ്സും ഇന്ന് അവൈലബിൾ ആണ്. വളരെയധികം ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഗാഡ്ജറ്റ്സ്, ഇപ്പോൾ ECG പോലുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് എടുക്കാൻ വളരെ ഈസി ആയിട്ടുള്ള ഗാഡ്ജറ്റ്സുകൾ അവൈലബിൾ ആണ്. നമുക്കറിയാവുന്ന പോലെ സ്മാർട്ട് വാച്ചുകളും ഗാഡ്ജറ്റ്സ് ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. ഇത്തരത്തിൽ സ്മാർട്ട് റിങ്ങുകൾ, പലതരത്തിലുള്ള സ്മാർട്ട് എക്യുപ്മെൻറ്റ്സ്, ഇതെല്ലാം തന്നെ ഇന്ന് ബയോ ഹാക്കിംഗ് എക്യുപ്മെൻറ്റുകളായി ഉപയോഗിക്കപ്പെടുന്നുണ്ട്. ബ്ലൂ ലൈറ്റ് ബ്ലോക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ, ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള ഗാഡ്ജറ്റുകൾ ഇന്ന് ബയോ ഹാക്കിങ്ങിന് വേണ്ടി അവൈലബിൾ ആണ്. ഇത്തരത്തിലുള്ള ബയോ ഹാക്കിംഗ് എക്യുപ്മെൻറ്റ്സിൻ്റെ ട്രേഡിങ്ങും മാനുഫാക്ചറിങ്ങും ഒക്കെ വലിയ സാധ്യതകൾ ഉണ്ടാക്കിയെടുക്കുന്ന, കുറച്ച് അത്യാവശ്യം ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമായിട്ട് വരുന്ന ഒരു ബിസിനസ് ഐഡിയ ആണ്. അപ്പോൾ 3 തരത്തിലുള്ള 3 ലെവലിലുള്ള ബിസിനസ് ഐഡിയകളാണ് ഞാൻ പരിചയപ്പെടുത്തിയത്. ഒന്ന് ഒട്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു ബിസിനസ് ഐഡിയ ആണ്. മറ്റൊന്ന് കുറച്ച് ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ചെയ്യാവുന്ന ഒരു ബിസിനസ് ഐഡിയ. മറ്റൊന്ന് കുറച്ച് അധികം ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടി ചെയ്യാവുന്ന ഐഡിയ. ഏത് ഐഡിയയും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഇത്തരത്തിലുള്ള വെറൈറ്റി ആയിട്ടുള്ള, വ്യത്യസ്തങ്ങളായിട്ടുള്ള, അധികം ആളുകൾ ഇവിടെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടില്ലാത്ത ബിസിനസ് ഐഡിയകൾക്ക് തന്നെയാണ് പ്രാധാന്യം ഉണ്ടാകാൻ പോകുന്നത്. അതുകൊണ്ട് ഉറപ്പിച്ചോളൂ, ഈ 3 ഐഡിയാസിൽ ഏതെങ്കിലും നിങ്ങൾക്ക് റിലേറ്റബിൾ ആണെങ്കിൽ, ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് ശക്തമായ തോന്നലുണ്ടെങ്കിൽ, അതിനുള്ള ഒരു ലീഡർഷിപ്പ് കപ്പാസിറ്റി നിങ്ങളിലുണ്ടെങ്കിൽ, തീർച്ചയായിട്ടും ഒരു നല്ല ബിസിനസ് പ്ലാൻ ഉണ്ടാക്കി തുടങ്ങാൻ ആരംഭിച്ചോളൂ. ഓൾ ദി ബെസ്റ്റ്.